ുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായ പല നിയമങ്ങളെയും നമ്മുടെ നാട്ടിൽ ചില സ്ത്രീകൾ ദുരുപയോഗം ചെയ്യാറുണ്ട്. മെയ് 5-ാം തീയതി വിവാഹം. മെയ് 14-ാം തീയതി ഭർത്താവ് തന്നെ കഴുത്തിൽ വയറുമുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന ഭാര്യയുടെ ആരോപണം. മാധ്യമങ്ങൾക്ക് മുന്നിൽ യുവതി ഇത് തുറന്നടിച്ചതോടുകൂടിയാണ് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിന്റെ തുടക്കം കുറിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പറവൂർ സ്വദേശിയായ പെൺകുട്ടിയും കോഴിക്കോട് പന്തീരങ്കാവ് വള്ളിക്കുന്ന് സ്നേഹതീരത്തിൽ രാഹുൽ പി ഗോപാലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. രാഹുലിനെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ ആരോപിച്ച യുവതി പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നും ആരോപിച്ചു. ക്രൂരമായ പീഡനമാണ് നേരിട്ടത് എന്ന് മാധ്യമങ്ങളോട് അന്ന് വെളിപ്പെടുത്തിയ യുവതി താൻ നേരിട്ട ക്രൂരതകൾ വളരെ കൃത്യമായി വിവരിച്ചിരുന്നു. എന്നാൽ യുവതി ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ എല്ലാ ആരോപണങ്ങളും കെട്ടിച്ചമച്ചതാണെന്നും തനിക്കതിൽ കുറ്റബോധമുണ്ടെന്നുമാണ് വിശദീകരിക്കുന്നത്. വിവാഹമോചനം ലഭിക്കാത്തതുകൊണ്ട് വിവാഹം നടത്തേണ്ട എന്ന് രാഹുൽ പറഞ്ഞിരുന്നു. താനാണ് നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താൻ നിർബന്ധിച്ചത്. 150 പവനും കാറും ചോദിച്ചു എന്ന ആരോപണം തെറ്റാണ്. വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറെക്കുറെ ചെലവും വഹിച്ചത് രാഹുൽ തന്നെയാണ്. രാഹുൽ തന്നെ മർദ്ദിച്ചു എന്നത് ശരിയാണ്. അതൊരു ചെറിയ തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ തർക്കത്തെ തുടർന്നാണ്. 2 പ്രാവശ്യമാണ് തല്ലിയത്. തുടർന്ന് താൻ കരഞ്ഞ് ബാത്റൂമിൽ പോയപ്പോൾ അവിടെ വീണു. അങ്ങനെയാണ് പരിക്ക് പറ്റിയതെന്നും യുവതി വെളിപ്പെടുത്തി. മർദ്ദനം നടക്കുന്നത് രാത്രിയിലാണ്. രാവിലെ രാഹുലും അമ്മയും ചേർന്ന് വാതിലടച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടത്തിയിരുന്നു. അതെന്താണെന്ന് ചോദിച്ച് എന്നോട് നീ അറിയണ്ട എന്നാണ് രാഹുൽ പറഞ്ഞത്. മർദ്ദിക്കുന്ന സമയത്ത് രാഹുൽ മദ്യപിച്ചിരുന്നു. ബാക്കി സ്വർണം എപ്പോൾ കിട്ടും, എന്റെ കാർ എവിടെ, സ്ത്രീധനം കുറഞ്ഞുപോയി, ഇതിൽ കൂടുതൽ ലഭിക്കാൻ ഞാൻ അർഹനാണ് എന്നെല്ലാം പറഞ്ഞ് തർക്കം തുടങ്ങുന്നത്. അതാണ് മർദ്ദനത്തിലേക്ക് എത്തിയത്. കർണത്തടിയേറ്റ് താൻ ബെഡിൽ വീണു. പിന്നെ തലയുടെ ഇടത് ഭാഗത്തും വലതു ഭാഗത്തും മുഷ്ടി ചുരുട്ടി ഇടിച്ചു. മൊബൈൽ ചാർജറിന്റെ കേബിൾ എടുത്ത് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കുനിച്ചു നിർത്തി പുറത്തിടിച്ചു. കഴുത്തിലും ചുണ്ടിലും നഖം വെച്ച് അമർത്തി. ഡോറ് തുറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. വസ്ത്രത്തിൽ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് ഇട്ട് ബെൽറ്റ് വെച്ച് അടിച്ചു. ചെവിയുടെ ഭാഗത്തേറ്റ അടിയിൽ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം വന്നു. അതോടെ എന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. മർദ്ദിക്കുന്ന സമയത്ത് ആരോ വീട്ടിലെ സ്റ്റെയർ കയറി വരുന്ന ശബ്ദം കേട്ടിരുന്നു. അന്നേരം മിണ്ടാതിരിക്കാൻ പറഞ്ഞ് രാഹുൽ ആക്രോശിച്ചു. രാഹുലിന്റെ സുഹൃത്ത് രാജേഷ് അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്നു. അലമുറയിട്ട് കരഞ്ഞിട്ടും ആരും വന്നില്ല. വിവാഹശേഷം ഞാൻ എന്റെ ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അത് രാഹുലിന്റെ കയ്യിലായിരുന്നു. അടുക്കള കാണലിന് വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്ന സമയത്താണ് എന്റെ അവസ്ഥ അവർക്ക് മനസ്സിലായത്. കുളിമുറിയിൽ വീണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെയേ പറയാവൂ എന്നാണ് രാഹുൽ ഭീഷണിപ്പെടുത്തിയിരുന്നത്. കഴുത്തിലെയും മറ്റും പാടുകൾ കണ്ട് സംശയം തോന്നി വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് മർദ്ദനത്തിന്റെ കാര്യം പറയുന്നത്. ഉടനെ തന്നെ അവരെന്നെ എറണാകുളത്തെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വീട്ടിലെത്തി ആശുപത്രിയിൽ കാണിച്ചതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. എന്നാൽ ഒത്തുതീർപ്പിനാണ് CI ശ്രമിച്ചത്. ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം സർവ്വസാധാരണ വിഷയമല്ലേ, ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നതല്ലേ, പറഞ്ഞു തീർക്കാമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. അതിനു മുമ്പ് രാഹുൽ അവിടെ എത്തിയിരുന്നു. പോലീസുകാരെല്ലാം രാഹുലിന്റെ ഭാഗത്താണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും തന്നെ FIR-ൽ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനാണ് തീരുമാനം. ഇതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. സത്യം എന്താണ് എന്ന് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറ്റബോധം പേറി ജീവിക്കേണ്ടി വരും. എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. കുറച്ചു നാളായി പോലീസിന്റെയും മീഡിയയുടെയും മുന്നിൽ കുറേയധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് പശ്ചാത്തപിക്കുന്നു. അത്രയും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എന്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് അത്രയും മോശമായി പറയേണ്ടി വന്നതിൽ താൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്ന രൂപത്തിലുള്ള ഒരു വീഡിയോയും സ്ത്രീ പുറത്തുവിട്ടിട്ടുണ്ട്. എൻ്റെ പേര് നിമ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേര് ഞാൻ എൻ്റെ ജീവിതത്തിന് ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കിത് പറഞ്ഞേ പറ്റും. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനെന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്നുണ്ടായത്.
ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെയാണ് പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറയണമെന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിന്റെ കേബിൾ വെച്ച് കഴുത്ത് മുറിക്കുന്നു പറഞ്ഞതും അതൊക്കെ ഒരു ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുന്ന പോലും പറഞ്ഞു. അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം നുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. കല്യാണത്തിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതിനോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിന്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. അപ്പോൾ അതിന്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ മെയ് 5 തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമുക്കത് പ്രൊസീഡ് ആയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല അതിനോട് പറഞ്ഞു അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടിയെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ മെയ് 5. ആക്ച്വലി ഫാമിലിക്ക് അറിയില്ല, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്. പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ എൻ്റെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു. ഓക്കെ, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യേണ്ടടാ, ഞാൻ മെന്റലി ഓക്കെ അല്ല എന്നോട് വിഷയമൊന്നുമില്ല. ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടായിരുന്ന ചെറിയ ഒരു സൗന്ദര്യ പിണക്കം ഒരുപാട് ആളുകൾ തമ്മിൽ ഇടപെട്ട് പ്രശ്നം വളരെ സിവിയറായി കൊണ്ടുപോയി. അപ്പോൾ തൻ്റെ ഭാഗം ജയിക്കുന്നതിന് വേണ്ടി വീട്ടുകാർ പറഞ്ഞു കൊടുത്തതുപോലെ കുട്ടി ആക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇത് പറയുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല. എന്തായിരുന്നാലും ഇതിനകത്ത് പെൺകുട്ടി പറയുന്നുണ്ട്, എന്നെ ആരും ഭീഷണിപ്പെടുത്തിയതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പറയുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പല കേസുകളും ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി ഇടപെടുമ്പോൾ ആ പ്രശ്നം വളരെ ഗുരുതരമായി മാറും. അതല്ലെങ്കിൽ ചില സമയത്ത് മീഡിയക്കാർ, നമ്മൾ കണ്ടിട്ടില്ലേ കഥയല്ല ഇത് ജീവിതം, ഈ പ്രോഗ്രാമിലൂടെ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ താറുമാറായിട്ടുണ്ട്. ഇവരെന്തിനാണ് ഈ പരിപാടി തുടങ്ങിയത്? ആർക്കെല്ലാം നാണക്കേടാണ്? കുടുംബക്കാർക്ക്, കുട്ടികൾക്ക്. ഈ ഭർത്താവിൻ്റെ അലിഗേഷന് ഭാര്യയുടെ അനധികൃതമായ ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, ഭർത്താവ് ഇതിനകത്ത് ഇരകളാക്കപ്പെടുന്നത് കുട്ടികളാണ്. ഈ വീഡിയോ കാലാകാലവും സോഷ്യൽ മീഡിയയിലുണ്ടാവും. പലപ്പോഴും കുടുംബങ്ങൾ അന്യാധീനപ്പെട്ടു പോകാൻ ഒരു തേർഡ് പാർട്ടിയുടെ അനവസരത്തിലുള്ള ഇടപെടൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഒരു തേർഡ് പാർട്ടി ഒരു കോംപ്രമൈസിന് ശ്രമിക്കാത്തതിൻ്റെ പേരിൽ ഛിന്ന ഭിന്നമായി പോകുന്ന കുടുംബങ്ങളും ഏറെയുണ്ട്. എന്തായിരുന്നാലും അവസരത്തിനൊത്ത് വളരെ പക്വതയോടുകൂടി കാര്യങ്ങളെ സമീപിച്ചാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരു പരിധിവരെ നമുക്കതിനെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. നന്ദി.